ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ രാവിലെ ചായയോടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കലത്തേക്ക് വേണ്ടി ചോറിന് വേണ്ടി വെള്ളം അടുപ്പി വെച്ചായിരുന്നേ. വെള്ളം ചൂടായപ്പോഴത്തേക്ക് ഞാൻ കുടിക്കാൻ വേണ്ടി മാറ്റിയതിന് ശേഷം അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടോന്ന് വിശ്വസിക്കുന്നു. കണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസും ലൈക്കും ഷെയറൊന്നും ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻസൊക്കെ കണ്ടാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അതിനുശേഷം നല്ല നീറ്റാക്കി ഇട്ടിരിക്കുന്നതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കൊന്നും സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം മീൻ കിട്ടിയായിരുന്നു, ചൂര മീനാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഞങ്ങളാണെങ്കിൽ പൊതുവേ ചൂര വറുത്തരച്ച മീൻ കറി വെക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായപ്പോഴത്തേക്കും തേങ്ങ ഇട്ട് കൊടുത്ത് വറുക്കുകയാണേ. അപ്പോൾ എനിക്ക് കിട്ടിയ നല്ല എന്താ പറയണേ, ഒരു ഇളം തേങ്ങ കേട്ടോ കിട്ടിയത്. അല്ല ഉണക്ക തേങ്ങ ആണെങ്കിൽ നമുക്ക് വറുക്കാൻ നല്ലതാണ്. ഇതുപോലെ അടിക്ക് കാരം പിടിക്കത്തില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഇളം തേങ്ങ ആയതുകൊണ്ട് മൂത്ത് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരുന്നേ. അപ്പോൾ തീ ഒന്ന് കൂടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തീ അങ്ങ് മാറ്റി. എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകുമല്ലോ, നമ്മൾ അടുപ്പിലല്ലേ വെക്കുന്നത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനങ്ങ് കുറച്ച് തീ അങ്ങ് മാറ്റിയിട്ട് കണലിലിട്ടാട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. ഇവിടെ നിങ്ങളാണെങ്കിൽ വാളംപുളി ഞാൻ വെള്ളത്തിട്ടിരിക്കും കേട്ടോ. ഒരു ചെറിയ എന്താ പറയുക, നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി ഇട്ട്. പകരം മീനിനനുസരിച്ച് നമ്മൾ പുളി ഉപയോഗിക്കുക. അപ്പോൾ കുടംപുളി ഇട്ട് ഞാനങ്ങനെ മീൻ കറി വെക്കാറില്ല. അതിനാണ് നല്ല ടേസ്റ്റ്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അത്ര അങ്ങോട്ട് പിടിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കി എടുക്കും കേട്ടോ. ചൂടാക്കി ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട. മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അല്ലെങ്കിൽ എണ്ണ അങ്ങ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്കിതിൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഞാനതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്ന സമയത്തിന് ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. പിന്നെ ഈ പുളിയും കൂടെ പിഴിഞ്ഞിട്ട് ആ പുളിയും കൂടെ ചേർത്താണ് ഞാൻ അരച്ചിടുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ മീൻ കറിക്ക് അരയ്ക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് അരയ്ക്കുക കേട്ടോ. അപ്പോൾ ആ മീൻ കറി നമ്മൾ അമ്മിയിലൊക്കെ അരച്ച് വെക്കുന്നത് പോലെ ടേസ്റ്റ് കിട്ടുക. പിന്നെ മീൻ കണ്ടിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ അതേ മീൻ കറി ഇവിടെ റെഡിയായി. അന്നേരം ഞാൻ വിചാരിച്ചു ചേമ്പും ചക്കക്കൂരും ഇട്ട് ഒരു എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും പച്ചക്കറിയൊന്നും ഇവിടെ വീട്ടിൽ ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും അതാ കൂടുതൽ ഇഷ്ടം. മാങ്ങാക്കറി, ഇതുപോലെ പരിപ്പ് കറി, എരിശ്ശേരി, സാമ്പാർ, അങ്ങനെയൊക്കെ ഉള്ള കറികളാണ് അവർക്കും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചക്കക്കൂരും ചേമ്പും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അന്നേരത്തേക്ക് ഞാൻ മീൻ വറുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഈ ചൂര മീൻ കിട്ടിയ കൂട്ടത്തിൽ ഒരു 3-4 കൊഴിയാള മീനും കൂടെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ ചേട്ടനാണെങ്കിൽ കൊഴിയാള മീനും വങ്കടയൊന്നും കഴിക്കത്തില്ല. എനിക്ക് മക്കൾക്കാണെങ്കിൽ അത് ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങളത് മേടിക്കത്തുമില്ല. കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മേടിക്കുമോ, ചേട്ടന് പിന്നെ കഴിക്കത്തില്ലല്ലോ. പിന്നെ അമ്മക്കായിട്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിക്കത്തില്ല കേട്ടോ. അല്ലാതെ ചേട്ടൻ മേടിക്കാൻ സമ്മതിക്കാത്തല്ല, ഞങ്ങൾ മേടിക്കാത്തതാണ്. അപ്പോഴത്തേക്കും ഇത് ഞാൻ മീൻ വറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. കണലിൽ കിടന്ന് നമ്മൾ ഈ എന്താ പറയുക, വിറകടുപ്പിലുള്ള കണലിൽ കിടന്ന് മീനൊക്കെ വറുത്തെടുത്താൽ നല്ലതായിട്ട് നല്ലപോലെ മൂത്തിട്ട് കരിയത്തില്ല, മൂത്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അത് നല്ല റെഡിയാക്കിയ സമയത്തിന് ഇവിടുത്തെ ചക്കക്കുരും ചേമ്പും വെന്തപ്പോഴത്തേക്കും ഞാൻ അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ഉടയ്ക്കണ്ട, ഒന്ന് പിന്നെ അത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് അത് ഉടഞ്ഞോളൂ. ഞാൻ അപ്പോഴത്തേക്കും അരപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ അരപ്പിലേക്ക് ഞാൻ ഉപയോഗിച്ചത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കും. ഒരുപാട് ഫൈനായിട്ടും അരയ്ക്കത്തില്ല, എന്നാൽ ക്രഷായിട്ടും അരയ്ക്കത്തില്ല. നമ്മളൊന്ന് ഒരു മീഡിയം സൈസിൽ അരച്ചെടുക്കുക. ആ അരപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ ഞാൻ ജാലിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ഈ എരിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ലൂസായിട്ട് ഇരുന്നില്ലെങ്കിൽ പിന്നീട് ആകുമ്പോൾ കട്ടിയായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ ഞങ്ങളോട് ലൂസായിട്ട് ഇരുന്നില്ലെങ്കിൽ പറ്റത്തില്ല, തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ടിയാവും കേട്ടോ. അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുകയെ. നിങ്ങൾ വിചാരിക്കും അപ്പുറത്ത് അടുപ്പിൽ വെച്ചെന്ന് വിചാരിക്കരുത്. കാര്യം അതിൽ തീ കൂടുതലാണ്, ഇപ്പുറത്തെ അടുപ്പിലാണ് തീ കുറവാകുകൊണ്ടാണ് ഞാൻ തീ കൂടുതലുള്ള അടുപ്പ് ഒന്ന് കത്തിച്ചതേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാനിച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനങ്ങനെ
എന്താ പറയുന്നത്, ഒരുപാട് തീ ഇട്ട് ഞാൻ അങ്ങനെ ഈ കറി ചൂടാക്കാറില്ല. കാര്യം പതഞ്ഞു പോവും. പരിപ്പ് കറി ആയാലും നമ്മൾ എരിശ്ശേരിയൊക്കെ ആയാലും നമ്മൾ ഇങ്ങനെ തീ കൂടുതലിട്ട് ആരും ഇളക്കാതിരുന്നാൽ കൊള്ളാം. കാര്യം തീ കുറച്ചിട്ടിട്ട് ഉപയോഗിക്കാൻ നന്നായിരിക്കും. അപ്പോൾ അത് ഇവിടെ കറിയെല്ലാം റെഡിയായി വന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഇരിക്കും. അല്ല ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഇരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. പിന്നെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കും. പക്ഷേ നമുക്ക് അതിനുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ല. എഡിറ്റ് ചെയ്യാൻ എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും ഒരുപാട് വീഡിയോ എടുത്തിട്ടൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ. അന്നേരം ഇന്നെന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ പറഞ്ഞു തന്നാലേ ഇനി മാറ്റങ്ങളൊക്കെ വരുത്തി ഞങ്ങൾക്ക് നന്നാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോസ്. അപ്പോൾ അത് ഞാൻ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് അതൊന്ന് മൂത്ത് വരണം. പിന്നെ ഒരു കരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു കാരണവശാലും കരിഞ്ഞപ്പോൾ തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കേ. അന്നേരം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഈർക്കിലാണെന്ന് വിചാരിക്കരുത്. കറിവേപ്പിലയുടെ തണ്ടാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിനായിട്ട് ഒരു സ്പൂൺ എടുക്കാനൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ കുഴപ്പമില്ല, നമ്മൾ ആ കറിവേപ്പില തണ്ടല്ലേ, നല്ലതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറികൾക്കൊക്കെ നിങ്ങൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതിടയ്ക്ക് ഒന്ന് കടിച്ച് തിന്നുന്നത് നല്ല രസമാണ്. അപ്പം ഇത് കടുക് വറുത്തതും കൂടെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് ചേർത്തു. അപ്പോൾ അതിലേക്ക് എൻ്റെ ഫോൺ വീഴാൻ പോയിട്ടോ. അന്നേരം ഞാൻ താങ്ങി പിടിച്ചതാണ്. അന്നേരം ഒരു ഇത് വന്നതവിടെ. അങ്ങനെ കറിയിലേക്ക് ഞാൻ കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും സബ്സ്ക്രൈബും കമൻസും ഒന്നും ഇടാനൊന്നും മറക്കില്ല. ഇടയ്ക്ക് മോനൊന്ന് പറഞ്ഞു. അപ്പോൾ